നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ശബരിമല കയറിയ കനകദുർഗയും ബിന്ദുവും കാണുന്ന സ്വപ്നങ്ങളും ഭാവി പരിപാടികളും ചെറിയ കാര്യങ്ങളല്ല. ശബരിമലയിലാണ് ഇനിയും ഇവരുടെ കണ്ണ്. ഒരിക്കൽ കയറി ഇറങ്ങിയ മലയിൽ വീണ്ടും കയറാൻ മോഹം. അത് എപ്പോൾ തോന്നുന്നുവോ അപ്പോൾ പോകും. ഇവർ കാണുന്ന പ്രധാന സ്വപ്നങ്ങൾ 1000 മുതൽ 1 ലക്ഷം യുവതികൾ വരെ അവിടെ ഉടൻ മല ചവിട്ടി കയറുന്നതാണ്. എല്ലാവരും 18ാം പടി ചവിട്ടിയാണ് കയറുക എന്നും ഇവർ സ്വപ്നങ്ങൾ പങ്കുവയ്ക്കുന്നു. അടുത്ത പോക്കിന് ഞങ്ങളും 18ാം പടി ചവിട്ടിയിരിക്കും എന്നും ഇവർ പറയുന്നു. എറണാകുളം പ്രസ് ക്ലബ്ബിലാണ് ഇവർ ഇതെല്ലാം പുറത്തു പറഞ്ഞ് പത്രസമ്മേളനം നടത്തിയത്. ഇത് വെറും ഒരു പത്രസമ്മേളനം എന്ന് കരുതിയാൽ തെറ്റി. മാസാദ്യങ്ങളിൽ നട തുറക്കുന്ന ശബരിമലയിലെ ചില കാര്യങ്ങൾ തന്നെയാണ് വരികൾക്കിടയിലൂടെ ഇവർ പറഞ്ഞു വെക്കുന്നത്. ചുരുക്കത്തിൽ കാര്യങ്ങളുടെ പോക്ക് ഒട്ടും ശുഭകരമല്ല എന്ന് തന്നെ പറയാം. ആയിരക്കണക്കിന് യുവതികൾ ശബരിമല കയറാൻ ഞങ്ങൾ വഴി തുറക്കുന്നു എന്ന് ബിന്ദുവും കനകദുർഗയും. ശബരിമല നട തുറക്കാനിരിക്കെയാണ് ഇവരുടെ പത്രസമ്മേളനത്തിലെ വെളിപ്പെടുത്തൽ. മാത്രമല്ല, ഇന്ന് നട തുറക്കുമ്പോൾ യുവതികൾ അവിടെ പോകുമെന്നും ഇവർ വെളിപ്പെടുത്തിയിരുന്നു. ഞങ്ങൾ അതിന് വഴി തുറന്നതിൽ സന്തോഷമുണ്ടെന്നും ഇവർ പറയുന്നു. ഇനി ലക്ഷക്കണക്കിന് യുവതികൾ ശബരിമലയിൽ എത്തും എന്നും ഇവർ പറയുന്നു. കുംഭമാസത്തിൽ പോകുമോ എന്ന് ചോദിച്ചപ്പോൾ തോന്നുമ്പോൾ ഞങ്ങൾ ശബരിമലയിൽ പോയിരിക്കുമെന്നും കനകദുർഗ പറഞ്ഞു. ഇനി അടുത്ത വർഷം സീസണിലും ശബരിമലയിൽ എത്തിയിരിക്കുമെന്നും താല്പര്യമുണ്ടെങ്കിൽ പോകുമെന്നും ഇവർ പറയുന്നു. ഞങ്ങൾ 18ാം പടി ചവിട്ടിയില്ലെങ്കിൽ ഇനി കയറുന്ന യുവതികൾ 18ാം പടി ചവിട്ടി തന്നെ പോയിരിക്കുമെന്നും ഇവരുടെ ആഗ്രഹങ്ങളായി വെളിപ്പെടുത്തുന്നു. എന്നാൽ RSSകാർ നടത്തുന്നത് പോലെ മത്സരമല്ല ഞങ്ങൾക്ക് ശബരിമലയിൽ പോകൽ. ചിലപ്പോൾ ഈ കുംഭമാസത്തിലും അടുത്ത തുലാമാസത്തിലും വൃശ്ചികത്തിലുമൊക്കെ ഞങ്ങൾ ശബരിമല കയറി എന്ന് വരും എന്ന് കനകദുർഗ പറയുന്നു. 18ാം പടി ചവിട്ടിയെ ശബരിമലയിൽ പോകാവൂ എന്ന് എവിടെയെങ്കിലും ഉണ്ടോ? ഞങ്ങൾ ശബരിമലയിൽ പോയത് VIP ലോഞ്ചിലൂടെയാണ്. ഞങ്ങൾ ശ്രീകോവിൽ കയറി ശരിക്കും തൊഴുതു, അയ്യപ്പനെ കണ്ടു. ഞാൻ സംതൃപ്തയെന്നും കനക പറയുന്നു. അടുത്ത തവണ പോകുമ്പോൾ 18ാം പടി കയറിയിരിക്കുമെന്നും കനകദുർഗ തുറന്നടിച്ചു. ശബരിമലയിൽ പോകുന്ന യുവതികളെല്ലാം 18ാം പടി തന്നെ ചവിട്ടി കയറണം. അതിനുള്ള അനുകൂല സാഹചര്യം ഇപ്പോൾ ഉണ്ട്. എല്ലാവരും അതുവഴി പോകണം. ഭാവിയിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് കയറാനുള്ള വാതിലാണ് ഞങ്ങൾ തുറന്നിട്ടത്. ഇത് നവോത്ഥാന പ്രക്രിയയുടെ ഭാഗമാണ്. ശബരിമലയിൽ പോകുന്ന ഭക്തരുടെ വ്രതശുദ്ധിയെയും ചോദ്യം ചെയ്യാൻ ഇവർ മറന്നില്ല. കണ്ണൂരിൽ നിന്നുമൊക്കെ വരുന്ന നിങ്ങളൊക്കെ ഇങ്ങനെ ഇത്ര വ്രതമെടുക്കാറുള്ളൂ എന്ന് പത്തനംതിട്ടയിലെ ഭക്തർ പറഞ്ഞു അത്രേ. പത്തനംതിട്ടക്കാർ ഒറ്റ ദിവസത്തെ വ്രതമെടുത്താണ് മലയ്ക്ക് പോകുന്നത്. അവർ അതിനു മുമ്പുള്ള ദിവസം വരെ ബീഫ് കഴിക്കും. ഇവർ ഇഷ്ടമുള്ളപ്പോൾ ഇങ്ങനെയൊക്കെ മലയ്ക്ക് പോകാറുള്ളതായും ഇവർ പറഞ്ഞു. പ്രത്യക്ഷത്തിൽ ആക്രമിക്കാൻ സാധിക്കാത്തതിനാലാണ് സംഘപരിവാർ വളഞ്ഞ വഴി നോക്കുന്നത്. സംഘപരിവാർ അനുകൂല സംഘടന ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് സമ്മർദ്ദം ചെലുത്തി. ബന്ധുക്കളെ ചിലർ സ്വാധീനിക്കുകയാണെന്നും അവർ ആരോപിച്ചു. കനകദുർഗയുടെ സഹോദരൻ ഭരത് ഭൂഷൺ ആക്രമണത്തിന് ആഹ്വാനം ചെയ്യുകയാണെന്നും ഇതിനായി BJPയുടെ സമ്മർദ്ദവും സാമ്പത്തിക സഹായമുണ്ടെന്നും സംശയിക്കുന്നതായും ബിന്ദു അഭിപ്രായപ്പെട്ടു. സ്വന്തം സഹോദരിയെ അക്രമികൾക്ക് എറിഞ്ഞുകൊടുക്കുകയാണ് ഭരത് ഭൂഷൺ. കനകദുർഗയെ നാട്ടിൽ നിന്നു തന്നെ ഓടിക്കണമെന്നുള്ള നിലപാടാണ് സഹോദരൻ സ്വീകരിക്കുന്നത്. പലതവണ സഹോദരൻ കനകദുർഗയെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതായും ബിന്ദു പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.